നമസ്കാരം, ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. US ഷട്ട്ഡൗൺ കനത്ത സാമ്പത്തിക ആഘാതം സൃഷ്ടിക്കും. ഇന്ത്യ അടക്കമുള്ള ആഗോള വിപണികൾക്ക് നിർണായകം. യൂറോപ്യൻ സ്വതന്ത്ര വ്യാപാര സംഘടനയുമായുള്ള വ്യാപാര കരാർ നിലവിൽ വന്നു. 15 വർഷത്തിനുള്ളിൽ $100 ബില്യൺ നിക്ഷേപം ഉറപ്പാക്കും. ബാങ്കിംഗ് മേഖലയെ ശക്തിപ്പെടുത്താൻ വിവിധ നടപടികൾ ശുപാർശ ചെയ്ത് റിസർവ് ബാങ്ക്. കിട്ടാക്കടം മൂലമുള്ള നഷ്ടങ്ങൾക്ക് പരിഹാരമുണ്ടാകും. മൂലധന നിയമങ്ങളിൽ മാറ്റം വരും. GDP അനുമാനമുയർത്തി റിസർവ് ബാങ്കിന്റെ ധനനയ പ്രഖ്യാപനം. റിപ്പോ നിരക്കിൽ മാറ്റമില്ല. രാജ്യത്തെ ഉൽപാദന മേഖല തളർച്ചയിൽ. GST പരിഷ്കാരങ്ങൾ മേഖലയ്ക്ക് ഉണർവേകുമെന്ന് പ്രതീക്ഷ. വാർത്തകൾ വിശദമായി. ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 716 പോയിന്റ് ഉയർന്ന് 80,983.31 നിഫ്റ്റി 225 പോയിന്റ് ഉയർന്ന് 24,836.30 ക്ലോസ് ചെയ്തു. വിശദാംശങ്ങളുമായി ജാസ്മിൻ ജമാൽ ചേരുന്നു. ജാസ്മിൻ, എന്താണ് വിശദാംശങ്ങൾ? ഇന്നത്തെ മാർക്കറ്റിൻ്റെ ഒരു പെർഫോമൻസ് പരിഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ സ്വാധീനിച്ച ഒരു ദിവസം തന്നെയായിരുന്നു. എസ്പെഷ്യലി ഓട്ടോ സെയിൽസ്, അതിനപ്പുറത്തേക്ക് 100% താരിഫ് ഫാർമയ്ക്ക് മേൽ ഇമ്പാക്റ്റ് ചെയ്യുന്നത്, ഒപ്പം RBIയുടെ മോണിറ്ററി പോളിസി യോഗ തീരുമാനങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സ്വാധീനിച്ച ഒരു ഇവൻറ്റ്ഫുൾ ഡേ ആയിട്ട് തന്നെയാണ് വിലയിരുത്തേണ്ടത്. ഏതായാലും മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം തുടർച്ചയായിട്ടുള്ള 8 ദിവസത്തെ വലിയൊരു ഫോളിന് ശേഷം ബുൾസ് വീണ്ടും തിരിച്ചെത്തിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഓപ്പൺ ചെയ്ത ലെവൽ പരിശോധിച്ചു കഴിഞ്ഞാൽ 24,600 എന്നുള്ളതായിരുന്നു. ആ ഒരു റേഞ്ചിൽ കുറേ അധികം സെഷനുകളിൽ നമ്മുടെ ആ ഒരു റേഞ്ച് ബൗണ്ട് ആയിട്ടുള്ള മൂവ്മെൻറ്റ് തന്നെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് അവിടെ നിന്നും 200-ലധികം പോയിന്റുകളുടെ ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിക്കൊണ്ട്, കൃത്യം 1% അടുത്ത് നിൽക്കുന്ന ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് 24,867 എന്നുള്ള ഒരു ഡേ ഹൈ ആണ് നിഫ്റ്റി ഇന്ന് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഏതാണ്ട് ക്ലോസിംഗ് ബേസിസിലേക്ക് വരുന്ന സമയത്ത് ഡേ ഹൈക്ക് അടുത്ത് നിന്നുകൊണ്ട് 24,836 എന്നുള്ള ഒരു നിലയിലേക്ക് 225-ലധികം പോയിന്റുകളുടെ ഒരു മുന്നേറ്റമാണ് നിഫ്റ്റി ഇൻഡെക്സ് രേഖപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ, ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 700-ലധികം പോയിന്റുകളുടെ ഒരു റാലിയാണ് നമ്മൾ ഇന്ന് കണ്ടിട്ടുള്ളത്. 1% കൂടുതലുള്ള ഒരു നേട്ടത്തിലേക്ക് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സും എത്തിയിരിക്കുന്നു. 55,406 എന്നുള്ളൊരു ഡേ ഹൈ ആണ് ഇന്ന് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഒപ്പം സെൻസെക്സിലേക്ക് വരുന്ന സമയത്തും 1% അടുത്തുകൊണ്ട് 700-ലധികം പോയിന്റുകളുടെ ഒരു റാലി എഗെയിൻസ്റ്റ് സെൻസെക്സിൽ നമ്മൾ കാണുന്നു. അങ്ങനെ ബെഞ്ച് മാർക്ക് ഇൻഡെക്സുകളിലൊക്കെ തന്നെ വളരെയധികം ഇമ്പൾസീവ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് കണ്ടിട്ടുള്ള ഒരു ദിവസമായിരുന്നു ഇന്നത്തേത്. കഴിഞ്ഞ 8 ദിവസത്തിന് ശേഷം ഓഹരി വിപണി ഇന്ന് നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്കിൽ നിന്നും ജാസ്മിൻ ജമാലാണ് വിവരങ്ങൾ നൽകിയത്. US ഷട്ട്ഡൗൺ കനത്ത സാമ്പത്തിക ആഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന റിപ്പോർട്ട്. ഇന്ത്യ അടക്കമുള്ള ആഗോള വിപണികൾക്ക് നിർണായകം. US കോൺഗ്രസിൽ പ്രവർത്തന ഫണ്ടിനായുള്ള ബിൽ പാസാകാൻ റിപ്പബ്ലിക്കൻ പാർട്ടിയുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെയാണ് സർക്കാർ പ്രവർത്തനങ്ങൾക്ക് ഔദ്യോഗികമായി ഷട്ടർ വീണത്. നടപടി അമേരിക്കൻ സാമ്പത്തിക വ്യവസ്ഥയെയും ആഗോള വിപണികളെയും ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. ഫെഡറൽ സർക്കാർ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഫണ്ടുകൾ കോൺഗ്രസ് അനുവദിക്കേണ്ട സമയം കഴിഞ്ഞാൽ അവശ്യ വകുപ്പുകൾ ഒഴികെയുള്ളവയുടെ പ്രവർത്തനം നിർത്തിവെക്കുന്നതാണ് ഗവൺമെന്റ് ഷട്ട്ഡൗൺ. അതായത് ആരോഗ്യ സേവനം, എയർ ട്രാഫിക് കൺട്രോൾ, അതിർത്തി സുരക്ഷ തുടങ്ങിയ അവശ്യ മേഖലകൾ മാത്രമാണിപ്പോൾ പ്രവർത്തിക്കുന്നത്. ഇതോടെ US-ലെ ലക്ഷക്കണക്കിന് ജീവനക്കാർക്ക് ശമ്പളരഹിത നിർബന്ധിത അവധിയിലായി. തൊഴിലുള്ളവർക്ക് ശമ്പളം ലഭിക്കില്ല. ഇവരുടെ ചെലവ് കുറയ്ക്കൽ ആഭ്യന്തര സമ്പദ് വ്യവസ്ഥയെ ദുർബലമാക്കും. കയറ്റുമതി, ഭവന, ബിസിനസ് വായ്പാ അനുമതികൾ വൈകുന്നത് വ്യവസായ മേഖലയ്ക്ക് തിരിച്ചടിയാവും. റിസർച്ച് ഗ്രാന്റുകളും നിർത്തിവെക്കുന്നത് വിദ്യാഭ്യാസ മേഖലയ്ക്കും ഗവേഷണ മേഖലയ്ക്കും ആഘാതം സൃഷ്ടിക്കും. സമ്പദ് വ്യവസ്ഥയുടെ അളവുകോലുകളായ പ്രതിമാസ തൊഴിൽ റിപ്പോർട്ട്, പണപ്പെരുപ്പ ഡാറ്റ തുടങ്ങിയ നിർണായക ഡേറ്റകൾ ലഭ്യമാവില്ല. ഇത് ഫെഡറൽ റിസർവിന്റെ നയനിർണ്ണയത്തെയും ബാധിക്കും. വിദേശ നിക്ഷേപകർ സുരക്ഷിതമായ വിപണിയിലേക്ക് പിന്മാറും. സർക്കാർ കരാറുകാർ ജീവനക്കാരെ വെട്ടിക്കുറയ്ക്കാം. ഇന്ത്യൻ ഓഹരി വിപണിയിലും അനിശ്ചിതത്വം കാരണം തിരിച്ചടിയുണ്ടാകാം. രൂപയുടെ മൂല്യത്തിൽ സമ്മർദ്ദം സൃഷ്ടിക്കും. കാരണം ഈ ഷട്ട്ഡൗൺ അമേരിക്കൻ സർക്കാരിന്റെ ദൗർബല്യവും രാഷ്ട്രീയ അനിശ്ചിതത്വവുമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് അന്താരാഷ്ട്ര നിക്ഷേപകരിൽ ദീർഘകാലത്തേക്കുള്ള ആശങ്ക സൃഷ്ടിക്കുകയും US-ന്റെ സാമ്പത്തിക വിശ്വാസ്യതയ്ക്ക് മങ്ങലേൽപ്പിക്കുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.
ബാങ്കിംഗ് മേഖലയെ ശക്തിപ്പെടുത്താൻ വിവിധ നടപടികൾ ശുപാർശ ചെയ്ത് റിസർവ് ബാങ്ക്. കിട്ടാക്കടം മൂലമുള്ള നഷ്ടങ്ങൾക്ക് പരിഹാരമുണ്ടാകും. മൂലധന നിയമങ്ങളിൽ മാറ്റം വരും. ബാങ്കിംഗ് മേഖലയുടെ പ്രതിരോധശേഷി ശക്തമാക്കാൻ ലക്ഷ്യമിട്ടാണ് റിസർവ് ബാങ്കിന്റെ നീക്കം. റിസ്ക് അധിഷ്ഠിത ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് പ്രീമിയങ്ങളിലാണ് ആദ്യത്തെ മാറ്റം നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതുവരെ ബാങ്കുകളിലെ നിക്ഷേപങ്ങൾക്ക് റിസ്ക് പരിഗണിക്കാതെ ഒരേ ഇൻഷുറൻസ് പ്രീമിയം നിരക്കാണ് റിസർവ് ബാങ്ക് ഈടാക്കിയിരുന്നത്. അതായത് റിസ്ക് കുറഞ്ഞ നിക്ഷേപങ്ങൾ കൈകാര്യം ചെയ്യുന്ന ബാങ്കുകൾ പോലും പരോക്ഷമായി റിസ്ക്കുള്ള നിക്ഷേപത്തിന്റെ പ്രീമിയം അടയ്ക്കേണ്ടി വന്നിരുന്നു. എന്നാൽ ഇനി അതിന്റെ ആവശ്യമില്ല. റിസ്ക് അടിസ്ഥാനമാക്കി പ്രീമിയം നൽകിയാൽ മതി. അതായത് നിക്ഷേപങ്ങൾ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യാൻ ബാങ്കുകൾ നിർബന്ധിതരാവും. കിട്ടാക്കടം കാരണമുള്ള നഷ്ടം നേരിടാൻ 2027 ഏപ്രിൽ മുതൽ പുതിയ സംവിധാനമാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. നിലവിൽ തിരിച്ചടവ് നിലയ്ക്കുമ്പോഴാണ് വായ്പ സുരക്ഷിതമല്ലെന്ന ബോധ്യം ബാങ്കിനുണ്ടാവുക. ഇത് ബാങ്കിന്റെ വരുമാനത്തെ പെട്ടെന്ന് ബാധിക്കും. എന്നാൽ പുതിയ സംവിധാനം പ്രതീക്ഷിക്കുന്ന നഷ്ടം നേരത്തെ തന്നെ മനസ്സിലാക്കും. നിലവിൽ തിരിച്ചടവ് കൃത്യമായി വരുന്ന വായ്പയാണെങ്കിൽ പോലും കടം വാങ്ങുന്നയാളുടെ ക്രെഡിറ്റ് യോഗ്യത, സാമ്പത്തിക സാഹചര്യം, തിരിച്ചടവിലെ വീഴ്ച, വായ്പയുടെ റിസ്ക് വിഭാഗം എന്നിവ വിലയിരുത്തണം. ശേഷം പ്രതീക്ഷിക്കുന്ന ക്രെഡിറ്റ് നഷ്ടം കണ്ടെത്തി ഇതിനെ മറികടക്കാൻ സംവിധാനം കണ്ടെത്തണമെന്നാണ് നിർദ്ദേശം. ഇന്ത്യയുടെ ബാങ്കിംഗ് സംവിധാനത്തെ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾക്കനുസൃതമാക്കി മാറ്റുന്നതാണ് മൂന്നാമത്തെ മാറ്റം. ഇതിനായി മൂലധന നിയമങ്ങൾ പരിഷ്കരിക്കും. ഇത് പ്രകാരം പ്രതിസന്ധി ഘട്ടങ്ങളെ നേരിടാൻ ബാങ്കുകൾ ബഫർ മണി സൂക്ഷിക്കണം. ഇത്തരത്തിൽ റിസ്ക് കണക്കാക്കുമ്പോൾ ഭവന വായ്പ, സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം, സംരംഭ മേഖലകളിലെ വായ്പകൾക്കും ഇളവ് ലഭ്യമാകുമെന്നും റിസർവ് ബാങ്ക് വ്യക്തമാക്കി. മുമ്പ് ഒരു ബാങ്ക് അതിന്റെ ഗ്രൂപ്പ് കമ്പനികളുമായി ബിസിനസ് ഓവർലാപ്പ് ചെയ്യുന്നതിന് നിയന്ത്രണങ്ങളുണ്ടായിരുന്നു. ഈ നിയന്ത്രണങ്ങളിൽ വരുത്തുന്ന ഇളവാണ് നാലാമത്തെ മാറ്റം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. GDP അനുമാനം ഉയർത്തി റിസർവ് ബാങ്കിന്റെ ധനനയ പ്രഖ്യാപനം. റിപ്പോ നിരക്കിൽ മാറ്റമില്ല. UPI ഇടപാടുകൾക്ക് ഫീസ് ഈടാക്കില്ലെന്നും റിസർവ് ബാങ്ക് ഗവർണർ. റിപ്പോ നിരക്ക് 5.5% നയസമീപനം ന്യൂട്രൽ എന്നത് തുടരുമെന്നുമാണ് സഞ്ജയ് മൽഹോത്ര വ്യക്തമാക്കിയത്. അതേസമയം നടപ്പ് സാമ്പത്തിക വർഷത്തെ GDP വളർച്ച 6.5 നിന്ന് 6.8% ഉയർത്തി. രണ്ടാം പാദത്തിൽ 7, മൂന്നാം പാദത്തിൽ 6.4, നാലാം പാദത്തിൽ 6.2%വുമായാണ് GDP അനുമാനം പരിഷ്കരിച്ചത്. ഈ വർഷത്തെ ചില്ലറ വിലക്കയറ്റം കുറയുമെന്നും കേന്ദ്ര ബാങ്ക് വിലയിരുത്തി. ചില്ലറ വിലക്കയറ്റ പ്രതീക്ഷ 3.1% നിന്ന് 2.6% കുറച്ചു. രണ്ടും മൂന്നും പാദങ്ങളിൽ 1.8% വീതം വിലക്കയറ്റമാണ് പ്രതീക്ഷ. നാലാം പാദത്തിൽ 4% വിലക്കയറ്റം കൂടും. അതേസമയം UPI ഇടപാടുകൾക്ക് നിലവിൽ നിരക്കുകൾ ഏർപ്പെടുത്താൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് യാതൊരു ഉദ്ദേശവുമില്ലെന്ന് ഗവർണർ സഞ്ജയ് മൽഹോത്ര പറഞ്ഞു. ഡിജിറ്റൽ പേയ്മെന്റുകൾക്ക് പ്രത്യേക നിരക്ക് ഏർപ്പെടുത്തുമെന്ന ആശങ്കകൾക്ക് മറുപടിയായാണ് ഇക്കാര്യം പറഞ്ഞത്. അതേസമയം UPI ഇടപാടുകൾക്ക് നിലവിൽ നിരക്കുകൾ ഏർപ്പെടുത്താൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് യാതൊരു നിർദ്ദേശവുമില്ലെന്ന് ഗവർണർ സഞ്ജയ് മൽഹോത്ര പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. രാജ്യത്തെ ഉൽപ്പാദന മേഖല തളർച്ചയിൽ. GST പരിഷ്കാരങ്ങൾ മേഖലയ്ക്ക് ഉണർവേകുമെന്നും HSBC PMI ഡാറ്റ. 4 മാസത്തിനിടയിലെ ഏറ്റവും വലിയ ഇടിവിലാണ് ഉൽപ്പാദന മേഖലയിലെ പർച്ചേസിംഗ് മാനേജേഴ്സ് സൂചികയുള്ളത്. ഓഗസ്റ്റിലെ 59.3 നിന്ന് PMI ഡേറ്റ 57.7 എത്തിയത്. പുതിയ ഓർഡറുകളിലും ഉൽപ്പാദനത്തിലും കുറവുണ്ടായത് ഈ ദുർബലതയ്ക്ക് കാരണമായി. താരിഫുകൾ രാജ്യത്തെ സാമ്പത്തിക മേഖലയെ ബാധിച്ചു തുടങ്ങിയതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇന്ത്യയുടെ നിർമ്മാണ മേഖലയിൽ തൊഴിൽ നിയമനങ്ങൾ ഉയർന്നിട്ടുണ്ട്. 2024 നവംബറിന് ശേഷമുള്ള ഏറ്റവും വലിയ അവസരങ്ങളാണ് തൊഴിൽ മേഖലയിലുള്ളത്. എന്നാൽ ക്രമാനുഗതമായ മാറ്റമുണ്ടാവുന്നുണ്ടെന്നും റിപ്പോർട്ട് പറയുന്നു. പണപ്പെരുപ്പ സമ്മർദ്ദങ്ങളും താരിഫ് പ്രത്യാഘാതങ്ങളും നിലനിൽക്കുന്നുണ്ടെങ്കിലും ബിസിനസ് മേഖലയുടെ ആത്മവിശ്വാസം ശക്തമായി തുടരുന്നുവെന്നാണ് ഡേറ്റ വ്യക്തമാക്കുന്നത്. ഏകദേശം 12 വർഷത്തിനിടയിൽ കാണാത്ത നിരക്കിൽ ഇൻപുട്ട് ചെലവ് ഉയർന്നു. 2013 ഒക്ടോബറിന് ശേഷം കാണാത്ത നിരക്കിൽ കമ്പനികൾ വിൽപ്പന വില വർദ്ധിപ്പിച്ചു. GST പരിഷ്കാരമാണ് ബിസിനസ് ആത്മവിശ്വാസം 7 മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിലെത്തിച്ചത്. ഇത് മുന്നോട്ട് സമ്പദ് വ്യവസ്ഥയ്ക്ക് കരുത്താവുമെന്നും റിപ്പോർട്ട് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സംസ്ഥാനത്ത് റെക്കോർഡുകൾ ഭേദിച്ചുള്ള സ്വർണ്ണവിലയുടെ കുതിപ്പ് തുടരുന്നു. ഇന്ന് പവന് 1320 രൂപ വർദ്ധിച്ച് സ്വർണ്ണവില പുതിയ ഉയരം കുറിച്ചു. 87,440 രൂപയാണ് ഒരു പവൻ സ്വർണത്തിൻ്റെ വില. ഗ്രാമിന് ആനുപാതികമായി 165 രൂപയാണ് വർദ്ധിച്ചത്. 10,930 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിൻ്റെ വില. 18 ക്യാരറ്റ് സ്വർണ്ണവിലയിലും ഇന്ന് വർധനവ് രേഖപ്പെടുത്തി. ഗ്രാമിന് 130 രൂപ കൂടി
8,995 രൂപയിലാണ് വ്യാപാരം നടന്നത്. വെള്ളി വിലയിലും വർധനവുണ്ട്. ഗ്രാമിന് 3 രൂപ ഉയർന്ന് 156 രൂപയിലാണ് വ്യാപാരം നടന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. US ഷട്ട്ഡൗൺ കനത്ത സാമ്പത്തിക ആഘാതം സൃഷ്ടിക്കും. ഇന്ത്യ അടക്കമുള്ള ആഗോള വിപണികൾക്ക് നിർണായകം. യൂറോപ്യൻ സ്വതന്ത്ര വ്യാപാര സംഘടനയുമായുള്ള വ്യാപാര കരാർ നിലവിൽ വന്നു. 15 വർഷത്തിനുള്ളിൽ $100 ബില്യൺ നിക്ഷേപം ഉറപ്പാക്കും. ബാങ്കിംഗ് മേഖലയെ ശക്തിപ്പെടുത്താൻ വിവിധ പരിപാടികൾ ശുപാർശ ചെയ്ത റിസർവ് ബാങ്ക്. കിട്ടാക്കട മൂലമുള്ള നഷ്ടങ്ങൾക്ക് പരിഹാരമുണ്ടാകും. മൂലധന നിയമങ്ങളിൽ മാറ്റം വരും. GDP അനുമാനമുയർത്തി റിസർവ് ബാങ്കിന്റെ ധനനയ പ്രഖ്യാപനം. റിപ്പോ നിരക്കിൽ മാറ്റമില്ല. രാജ്യത്തെ ഉൽപാദന മേഖല തളർച്ചയിൽ. GST പരിഷ്കാരങ്ങൾ മേഖലയ്ക്ക് ഉണർവേകുമെന്ന് പ്രതീക്ഷ. ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.